ഒരു വലിയൊരു ദ്വീപ്, അതിൻ്റെ അകത്തൊരു ഹിഡൻ പ്ലേസ് ഉണ്ട്. ഹലോ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു അങ്ങേറ്റത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഒരു വലിയൊരു ദ്വീപ്, അതിൻ്റെ അകത്തൊരു ഹിഡൻ പ്ലേസ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോണത്. ദ്വീപിലേക്ക് കയറാനാണെങ്കിൽ കാണുന്ന പഞ്ചായത്ത് കടത്തി പോയാൽ മതി. ദ്വീപിന് ചുറ്റും കറങ്ങാനാണെങ്കിൽ പ്രൈവറ്റ് ബോട്ടുകൾ വേറെ ഉണ്ട്. ആ ദ്വീപിന്റെ അരിയത്തെത്തിയിട്ടുണ്ട്. വള്ളം കയറണം അപ്പുറത്തോട്ട് പോകാനായിട്ട്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തൊരു ബോട്ടിന്റെ ആൾ തന്നെ പറയാനായിരിക്കും നല്ലത്. നമ്മൾ പറഞ്ഞാൽ അത്രയും ക്ലിയർ ആവില്ല. ചേട്ടൻ തന്നെ പറഞ്ഞു തരും. ചേട്ടൻ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മണിക്കൂർ 800 പോണത്. ആള് കൂടി 1000 രൂപ. മിനിമം നമ്മൾ 800 രൂപ പോകണം. മിനിമം ഇപ്പൊ എത്ര പേര് വേണം? 8 പേര് 10 പേരെ വരെയും കൊണ്ടുപോകാം. 10 രൂപ കൊണ്ടുപോകാം. നമ്മുടെ പരിപാടി. ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫുഡൊക്കെ നമ്മൾ ഷാപ്പിൽ ഓർഡർ ചെയ്ത് തരും, തന്നു വിടും. ആള് കുറവാണെങ്കിൽ തന്നു വിടും. അതല്ലേ നമ്മൾ അവിടുന്ന് കഴിച്ചിട്ട് കയറണം. സാർ അങ്ങനെ പടി. അപ്പൊ 5-6 പേർക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഇത് ഫുള്ള് നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരിക്കും അല്ലേ? ഉള്ളിലോട്ട് പോകാൻ നടന്നു പോവാം. 1 മണിക്കൂർ വേണമെങ്കിൽ നടക്കാൻ നമുക്ക്. 1 മണിക്കൂറാണ് ഇവന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ. 1 മണിക്കൂർ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ വെച്ച് സ്പീഡിൽ വിടും. അതല്ലെങ്കിൽ 1.5 മണിക്കൂർ നടന്ന് കാണിഞ്ഞാൽ സൺസെറ്റും കാര്യങ്ങളൊക്കെ എല്ലാം കണ്ടിട്ട് പോരാ. അപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ എടുക്കേണ്ടി വരും. നടന്ന് കയറണം. നല്ല തണുപ്പ് സ്ഥലമാണ്. താമസിക്കാനുള്ള സൗകര്യങ്ങൾ താമസിക്കാനുണ്ട്. ഒരാളിന് 2000 രൂപ ആണ് ഫുഡ് ഉൾപ്പെടെ. ഫാമിലിക്ക് വരുമ്പോൾ ഒരു മൊത്തം ഒരാളിന് 2000 വെച്ച് കൊടുത്താൽ മതി. ഒരാളിന് 2000 രൂപ. 10 പേരുണ്ടെങ്കിൽ 20,000 രൂപ ഫുഡ് ഉൾപ്പെടെ. രാവിലെ വൈകിട്ട് രാത്രിയൊക്കെ ആയിട്ട്. റിസോർട്ടാണ്. റിസോർട്ടിന് വലിയ റിസോർട്ടല്ല, ചെറുത് ലോക്കല്. അപ്പോൾ ആർക്കെങ്കിലും ബോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുണ്ടെങ്കിലും നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഈ ചേട്ടൻ തന്നെ റെഡിയാക്കി തരും. അപ്പോൾ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ താഴത്ത് കൊടുത്തേക്കാം. വേണ്ട ആൾക്കാരെല്ലാവരും കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴ ഈ ഒരു ദ്വീപിനകത്ത് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാടുണ്ടെന്ന് പറഞ്ഞ് ആ കാട് കാണാനായിട്ടാണ് നമ്മളിപ്പോൾ പോണത്. നമ്മുടെ പുറകിൽ കാണുന്ന ദ്വീപ്. വള്ളംകേറി ഇപ്പുറത്ത് എത്തിയിട്ടാ. ഇപ്പുറത്തെ കരയിലെത്തി. ആ ഒരു സൈഡിൽ നമ്മൾ വള്ളംകേറി. ഈ ഒരു കടത്ത് ഇവിടെയുള്ള ആളുകൾക്ക് ഫ്രീ ആണ്. നമ്മുടെ പഞ്ചായത്തിലുള്ളതാണ്. പക്ഷെ പുറത്തുനിന്ന് ആൾക്കാർ വരും. ചെറിയ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ദ്വീപിലെത്തി. ഇപ്പൊ കുറച്ച് അടക്കാനുണ്ട്. അതിനെ കുറച്ച് വെള്ളം മേടിക്കണം. ഇവിടെ ഒരു ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വീട്ടിൽ നിന്ന് വെള്ളം മേടിച്ച് കുടിച്ചാൽ പിന്നെ നമ്മൾ പോയ കടയിൽ നിന്ന് വെള്ളം കിട്ടിയില്ല. വെള്ളം കുടിച്ചിട്ട് നമുക്ക് പോവാം. വെള്ളം ഉണ്ടായി കിടക്കണ വെള്ളം പൊളിഞ്ഞ് കിടന്നിട്ട് അതിനകത്ത് പൊറ്റയും പുല്ലൊക്കെ പിടിച്ച് വളർന്നിക്കണ അവർ ശീലാണ് ഈ കാണണം. അപ്പൊ നമ്മുടെ നടപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്തോരം നടക്കണമെന്നുള്ള ഐഡിയ ഒന്നുമില്ല. നമ്മൾ നടക്കിയത്. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന വഴിക്ക് കാണുന്നുണ്ട് കേട്ടോ. റിസോർട്ടാണ്, പക്ഷേ പണി മൊത്തത്തിൽ തീർന്നിട്ടില്ല. രണ്ടിന് മറ്റേ ഗ്ലാസും സെറ്റപ്പൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ്. ഇവിടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ വേറെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുള്ള വള്ളത്തിൻ്റെ ബോട്ടിൻ്റെ ചേട്ടൻ പറഞ്ഞില്ല, അപ്പുറത്ത് വേറെ 1, 2, 2 3 അറിയില്ല റിസോർട്ടുകളുണ്ട് അപ്പുറത്തെ സൈഡിൽ. സ്റ്റിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി നടന്നാലേ നമ്മൾ ഈ പറഞ്ഞ സ്പോട്ടിലോട്ടുള്ള വഴിയിലോട്ട് എത്തുള്ളൂ. അവിടെ നിന്ന് വീണ്ടും കുറച്ച് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പോകാം. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാനുണ്ട് ഇതാരാണെന്നുള്ളത്. പത്താവ് സെറ്റപ്പൊക്കെ ഉണ്ടായി കാണണം. അവിടെ മീൻ വളർത്തുന്ന കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് നമ്മൾ കാണുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും വരണം കേട്ടോ നിങ്ങളിവിടെ. അത്രക്ക് ബ്യൂട്ടിഫുള്ളാണ്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇവിടെ അടുത്ത വെള്ളം. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു അങ്ങേറ്റത്താണ്. കാണാൻ പറ്റുമെന്നാവും.
ഇവിടുന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഹിഡൻ പ്ലേസിലോട്ടുള്ള സ്റ്റാർട്ടിങ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഹിഡൻ പ്ലേസ് അല്ല, അറിയാലോ, നമുക്കാണത് ഹിഡൻ പ്ലേസ്. ഈ വീഡിയോ എടുക്കാനും ആ പോണ ടീംസൊക്കെ നേരത്തെ വന്ന് കണ്ടിട്ടുണ്ട്. ഞാനിത് കണ്ടിട്ടില്ല. അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്നാണ് അതിൻ്റെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇനി നിങ്ങളാണ് പറയേണ്ടത് ഈ സ്ഥലം എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ. ഓൾറെഡി ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു സൂപ്പറാണ്, ഞാൻ കുറച്ച് വീഡിയോസും കണ്ട്. ഇനി നിങ്ങളാണ് പറയേണ്ടത് ഈ സ്ഥലം എങ്ങനെയുണ്ടെന്നുള്ളത്. വെയിൽ ഒട്ടുമില്ല, ചൂട് ഒട്ടുമില്ല, അടിപൊളിയാണ്. ഇത് കണ്ടോ, അതല്ല ഇത് നോക്കിക്കോ, ഈ സംഭവം എന്താന്ന് നോക്കിക്കോ. ഇതുണ്ട് ഞണ്ടിന്റെ കുഴിയുണ്ട്. ഈ ചെളിയും ഇങ്ങനെ കോരി പുറത്തേക്ക് ഇട്ടിട്ട് ഞണ്ടിങ്ങനെ കൂടെ ഉണ്ടാകും. ഇത് കണ്ടത് കാണാൻ പറ്റണ്ട. ഇത് വെറൈറ്റി ഒരു സാധനം കഴിച്ചതാ. വെറൈറ്റി അല്ലേ, കൊട്ടാരം പോണെന്ന് വെച്ചു. ഇത് ഇവിടെ നോക്കി ഹോള് കണ്ടയിൽ വെച്ച് വെറൈറ്റി മരത്തിന്റെ ഡക്കണാമ സെറ്റ് ചെയ്ത് ആ പോവാണ്ടിരിക്കാൻ. കുഞ്ഞു ഞണ്ടില്ലേ, അതിന്റെ കൂടുതലാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇപ്പൊ നേരത്തെ ഈ രാപ്പി കാണിച്ചതും ആ കൂടുതലൊക്കെയാണ്. ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്, ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. കാടിന്റെ തുടക്കം. ഹലോ, അധികം സൗണ്ടും കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കണില്ല. കാര്യം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ പതുക്കെ വളരെ സൗണ്ട് കുറച്ച് മാത്രമായിരിക്കും പോണത്. എന്തോ മെഡിസിൻ വേണ്ടി എടുക്കണ ഒരു പൂവാട്ടാ, ആഞ്ഞിലി ചക്കിയായിട്ട് കിടക്കണം. ഇതിപ്പോൾ പച്ചയാണ്, ഇത് ചറകണ്ട. ഈ സാധനം നമ്മൾ പറിച്ച്, അതായത് കുറച്ച് വലുതായി കഴിഞ്ഞ് പറിച്ചിട്ട് നമ്മൾ അറക്കപ്പൊടിക്കകത്ത്, അറക്കപ്പൊടിയിൽ ഒരു 2 ദിവസം മാക്സിമം 2 ദിവസമൊക്കെ മുക്കി വെച്ച് കഴിഞ്ഞാൽ സാധനം പഴുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ട്, നല്ല ടേസ്റ്റിൽ കഴിക്കാം. കണ്ടോ, ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. വൈകിട്ട് നമുക്കൊന്ന് കറക്കി നോക്കാം. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോകാനുണ്ട്. ഇത് ആ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറേണ്ടത്. നമ്മൾ ഇത്ര നേരം വന്നത് മാത്രമല്ല, ഇനി കുറച്ചുകൂടി അതിൻ്റെ ഉള്ളിലോട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ നടന്നതല്ല പരുവായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞ വ്യൂസ്. ഇവിടെ നിന്നാണ് എൻട്രൻസ് വന്നത്. അങ്ങനെ നമ്മൾ ദ്വീപിൻ്റെ ഉള്ളിലുള്ള കാട്ടിലോട്ട് എത്തിയിട്ടാ. ഈ ഒരു ഹിഡൻ പ്ലേസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്കൊരു പേടി ഫീൽ ചെയ്യും. അതേപോലത്തെ ഒരു വൈബാണ്. അത് കാണാനല്ലേ, ആ സൈഡും ഈ സൈഡും മൊത്തം കാടാണ്. ചുറ്റും കാടാണ്. ഗോരവനമാണ്. പണ്ടത്തെ യക്ഷിക്കഥകളിലെ യക്ഷിയൊക്കെ നിന്നിരുന്ന കാടാണ്. രക്ഷിക്കേണ്ടെന്നാട്ടാ പറയണ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാമ്പില്ലടാ. പാമ്പിനെ നോക്കിയാൽ മൂർക്കം പാമ്പുണ്ടാവും. അതുപോലെ നമ്മൾ മഞ്ഞൊഴിക്കൂടെ വേറെന്തോ ഒരു വഴിയും സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് അങ്ങോട്ട് കയറി നോക്കാം. എടാ എങ്ങോട്ടാ പോകണ്ട? റൈറ്റ് സൈഡിൽ അടുപ്പാണ്.
ചതുപ്പാണെന്നാണ് കേട്ടോ പറയണത്. നമ്മൾ ചതുപ്പിലോട്ടൊന്നും ഇറങ്ങി പണി മേടിക്കണില്ല. എന്തായാലും പക്ഷെ അവിടെ ജസ്റ്റ് ഒന്ന് ആ റൂട്ടൊന്ന് കാണിച്ചു തരാം. കാരണം അവര് ശരിയാട്ടാ, ഇവിടുന്ന് തന്നെ നമ്മൾ ചവിട്ടുമ്പോൾ ഒരു ഉണ്ട് താഴ്ന്ന ഫീലാണ്. അവർക്കറിയാവുന്നതുകൊണ്ട് അവർ ആദ്യം പോട്ടെ, നമുക്കറിയില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ്. അവൻ ചവിട്ടുമ്പോൾ താഴ്ന്നു പോകണുണ്ട്, ഒഴിഞ്ഞു പോകും. ഇതിനേലും വീണ് 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 ഇതിൻ്റെ ആണ് ഇതിൻ്റെ അത്ര ഡേഞ്ചറല്ല, പക്ഷേ ഡേഞ്ചർ സാധനങ്ങൾ ഇനി മുമ്പോട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകണില്ല. ഇതിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടായി, ഇതിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും, താഴും. അങ്ങോട്ടൊക്കെ ഉണ്ടല്ലേ, അങ്ങോട്ടുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു വഴിയുള്ളൂ. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ താഴ്ന്നു കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ പോകണില്ല. അതൊക്കെ റിസ്കി ഷോട്ടാണ്, നമ്മൾ അങ്ങോട്ട് പോകണില്ല. ഓൾമോസ്റ്റ് നമ്മൾ നടന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഐഡിയ കിട്ടിക്കാണ് ഇത് എവിടെയാണെന്നുള്ളത്. കാക്കത്തുരുത്ത് ദ്വീപാണ്. കാക്കത്തുരുത്ത് ദ്വീപിൽ തന്നെയുള്ള അധികം ആൾക്കാരൊന്നും പോകാത്തൊരു സ്ഥലമാണ്. ഇതാണ് സ്ഥലം. കിളികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. നാഷണൽ ജോഗ്രഫിയുടെ ലിസ്റ്റിൽ വന്നിട്ടുള്ളൊരു സ്ഥലമാണ് കാക്കത്തുരുത്ത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വേറെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കിട്ടില്ല വ്യൂവാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വരണം. ഫൈനലി നമ്മളതിൻ്റെ എൻഡിങ്ങിലോട്ട് എത്തിയിട്ടാ. ഈ വീഡിയോയുടെ അവസാനിക്കുന്നില്ല, പാർട്ട് 2 ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.